സുന്ദര അനക്കൊരു കാര്യം കേൾക്കണം. എന്തായാലും ഇപ്പൊ എന്ന് പറഞ്ഞാല് നമ്മക്ക് മലയാളിക്ക് അതായത് കേരളത്തിലൊന്നും ഒരു പണിയില്ല. പണിയില്ലാതെ കാരണം എന്താ വെച്ചാല് ബംഗാളികൾ കടന്ന് വന്നിട്ട് ഒരു പണിയെടുക്കാനാകുന്നില്ല. എങ്ങനെയാ കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്താ ചെയ്ത്? എന്തായിരിക്കും ഇന്നാൾ 5-8 പണിക്കാർ പിന്നെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് ചെല്ലൂന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയോ? ഓളെ പറ്റിച്ചല്ലേ, കർണാടനെ പറ്റിച്ചല്ലേ? അയാൾ ചായലും കാച്ചി വെച്ച് ആകെ പ്രശ്നമില്ലേ? അല്ല അതല്ല കുഞ്ഞുമോനെ, അതല്ലാതെ പിന്നെന്താ ഈ പണിക്ക് പോണെങ്കില് നമുക്കൊരു മൂഡ് നോക്കണം അല്ലേ? മൂഡ് നോക്കി പഠിക്കാൻ ശരിയല്ല. പിന്നെ ബംഗാളികൾ എന്നറിയാൻ ബംഗാളികളും ബീഹാരികളും ഒക്കെ കൂടെ വരൂ. എന്താ ചൂടല്ലേ ആൾക്കാർ പണിക്ക് വിളിച്ചാൽ പണിക്ക് പോകില്ല. അല്ല അതുണ്ട്, പക്ഷെ ഞാൻ കൂടുതൽപ്പെട്ടല്ലോ. ഇങ്ങനെ കൂടുതലല്ല, ആക്ക് വെറുതെ പറയുന്നത്. അങ്ങനെ പലരും പറയും, പക്ഷെ വിളിച്ച് പറ്റിക്കുന്ന ഒരു പരിപാടി ഉടലൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇനിയിപ്പോ മീനിടാൻ ഇപ്പൊ ആടിയാ പോണ്ട്. ആടെ ആടെ എത്തിയിട്ട് പിന്നെ അലമ്പ് വർത്താനും ഒന്നും വർത്താനും പിന്നെ മീൻ കൊത്തുകയാണ്. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകാം. അതല്ലേ സുന്ദര, ഇപ്പൊ എനിക്ക് വേറൊരു സങ്കടം ഉണ്ട്. എന്തായാലും സങ്കടം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ മീനെ പൊടിച്ച് തിന്നുമ്പോണ്ടല്ലോ, ഈറ്റിങ്ങളെ അച്ഛനും അമ്മ എഴുത്തി ഒക്കെ തമ്മിലൊക്കെ ഉണ്ടായില്ലേ. മാത്രം ഇത് എന്തെല്ലാം പണിക്കണം, മുറിക്കണോ, അത് പിന്നെ കൈ വൃത്തിയാക്കണോ, അല്ലാണ്ട് അല്ല അത് ഭയങ്കര ഓയിൽച്ചല്ലേ അത്. അതൊക്കെ ഇനി മിണ്ടേ അടിയൊക്കെ മിണ്ട. എന്റെ കുഞ്ഞു മോനെ, ഇനി മിണ്ടാണ്ടിരിക്കാനായാലോ? ആ മാറണല്ലേ ഇനിയിപ്പോ നോക്കണ്ട. മീൻ കിട്ടാൻ ഒന്നും ഉണ്ടായില്ല. അലമ്പ് കളിയാലോ. ഈ മനസ്സായി ഞാൻ പല വിഷമം അതൊക്കെ നടപ്പിലാക്കിയില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും. ഈ സൽഗുണ ആരാന്ന് മനസ്സിലാക്കില്ലടാ, സൽഗുണ ആരാന്ന് മനസ്സിലാക്കില്ലേ? എടാ ഇനിയൊക്കെ വരച്ച വരയിൽ നിർത്തിയുള്ള ആംബിയറുണ്ടാ, അതിന് പിടിപാടുമുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്, മതത്തിലുണ്ട്. ആരായത്? ഓ നീ പിടിച്ച എന്തെന്നാണ് 10-50 വയസ്സായി എന്നിട്ട് മീൻ പിടിച്ച് നടക്കുക? എന്നെ പോലെ എന്താ പണിക്ക് പോടുക? എന്ത് മീൻ പിടുത്തം എന്താ സുന്ദരനും സുശീലനും ചൂണ്ടയില്ല. എന്ത് ഉള്ളിപ്പില്ലാലോ നിങ്ങക്ക്? ഒച്ച ഉണ്ടാക്കലാന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലായി. പഞ്ചായത്തിൽ പോയി ഒച്ച ഉണ്ടാക്കരുത് അല്ലേ? പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ ഒച്ചല്ലാണ്ട് പറയണോ? ഒച്ചല്ലാണ്ട് പറയാം. ഇങ്ങനെ ഒച്ചല്ലാണ്ട് പറയാ? ഞാൻ മെല്ലെ പറയാം. പഞ്ചായത്ത് ഓഫീസില് എന്റെ പെൻഷന്റെ കാര്യം, എന്റെ ഓളെ പെൻഷനില് ഓക്ക് വിധവാ പെൻഷൻ കിട്ടുന്നതാ. അതൊരു സംശയം. ഓളെ ഭർത്താവിഞ്ചല്ലേ? ഓക്ക് വിധവാ പെൻഷൻ എന്ന് പറഞ്ഞാല് ഓളെ രണ്ടാമത്തെ ഭർത്താവാ ഞാൻ. ആദ്യം കല്യാണം കഴിച്ച ചെങ്ങായി റേഷൻ പീടിയെന്ന് കച്ചറുണ്ടാക്കിട്ട് അടിച്ചു കൊന്നിക്കില്ലേ? ദാമോരന്റെ ഓളാന്നല്ലോ ഞാൻ കല്യാണം കഴിച്ച ശോഭ. അപ്പൊ എനിക്ക് എന്തുണ്ട്, ആ പെൻഷൻ കിട്ടണ്ടേ ഓക്ക്? അതല്ലാണ്ട് ഞാൻ എങ്ങനെയാ ജീവിക്കുക? ഇങ്ങനെ ഒരുപാട് ആൾക്കാര് പിന്നെ റേഷൻ കാർഡില് മരിച്ചിട്ട് അരി വാങ്ങിയവരുണ്ട്, അങ്ങനെ മരിച്ചിട്ട് പെൻഷൻ വാങ്ങിയവരുണ്ട്. അങ്ങനെ പല സംഭവം നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങള് പെൻഷൻ വേണമെന്നല്ല, മീൻ പിടിക്കാന്ന് പറഞ്ഞാല് ഒച്ചല്ലാണ്ട് മീൻ പിടിക്കാൻ പറ്റെങ്കിൽ പിടിച്ചാ മതി. ചൂണ്ടൽ ഇവനെ കൊണ്ട് അലമ്പും കൊണ്ട് ഇങ്ങനെ അല്ല ഉണ്ടാക്കരുത്. ഒന്നുകൂടി ഞങ്ങൾ ചൂണ്ടലിടും. അനങ്ങരുത്. നീ കുത്തിയരാ ഞാൻ കമാന്ന് പറഞ്ഞ 2 അക്ഷരം പറയില്ല. അങ്ങോട്ട് നമ്മളൊരു കാര്യം ചെയ്യാം. മീൻ പിടിക്കാറിയോ? ഞാൻ ഒച്ച ഉണ്ടാക്കില്ല. പറഞ്ഞാ മനസ്സിലാണ്ടേ?